ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി. ഇന്ന് നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്, നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 55x5 ടെക്നിക്കാണ്. അതായത് നമ്മുടെ ഒരു ആഗ്രഹം 55 പ്രാവശ്യം 5 ദിവസം ചെയ്തുകൊണ്ട് അതെങ്ങനെ എളുപ്പത്തിൽ നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്കിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ പ്രയോഗിക്കാൻ പറ്റാവുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും വലിയ ആഗ്രഹങ്ങളും ഏത് ആഗ്രഹങ്ങളും നടത്തിയെടുക്കാം. പക്ഷെ നമ്മൾ ചെറുതിൽ തുടങ്ങി നമുക്ക് ഓരോ ആഗ്രഹങ്ങളും നടത്തിയെടുക്കാൻ പറ്റുന്ന വളരെയധികം സിമ്പിളായിട്ടൊരു ടെക്നിക്കാണ്. എന്നാൽ നല്ല റിസൾട്ടുള്ള ടെക്നിക്കാണ്. ഇത് ഒരു ഏഞ്ചൽ നമ്പറാണ്. ഈ ഏഞ്ചൽ നമ്പറുകൾ പലതരത്തിലെ ഏഞ്ചൽ നമ്പർ ഉണ്ട്. പക്ഷേ ഈ നമ്പർ യൂണിവേഴ്സുമായിട്ട് പ്രപഞ്ചവുമായിട്ട് കണക്ഷനായിട്ടുള്ളൊരു നമ്പറാണ്. അതായത് 555 55 ഇൻറ്റു അല്ലെങ്കിൽ 5 ഇൻറ്റു 55 പ്രാവശ്യം ഒരു കാര്യം 55 പ്രാവശ്യം 5 ദിവസം ചെയ്യുന്നതാണ് ഈ ടെക്നിക്ക്. ഇത് യൂണിവേഴ്സായിട്ട് കണക്ഷൻ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ. എന്താണ് പഞ്ചഭൂതങ്ങൾ? അഗ്നി, വായു, ആകാശം, ഭൂമി, ജലം. ഈ പഞ്ചഭൂതങ്ങളായിട്ട് ഇത് കണക്ഷനാണ് ഈ നമ്പർ. അപ്പോൾ യൂണിവേഴ്സായിട്ട് നമുക്ക് പെട്ടെന്ന് കണക്ഷൻ ആവുന്നതാണ്. നമ്മളൊരു ആഗ്രഹം യൂണിവേഴ്സിലേക്ക് കൊടുക്കുകയാണ്. നമുക്കിന്നത് വേണം, അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ യൂണിവേഴ്സിലേക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ എഴുതിയ ആ വൈബ്രേഷനും ഫീലിങ്ങും നമ്മുടെ എല്ലാം കൂടി നമ്മൾ യൂണിവേഴ്സിലേക്ക് അത് എത്തണം. അപ്പോൾ ഈ ഏഞ്ചൽ നമ്പറിൽ കാണുമ്പോൾ ഓരോ നമ്പറുകൾക്കും ഓരോ പ്രത്യേക സൂചനകളുണ്ട്. ഇപ്പോൾ ഈ 555 എന്നുള്ള നമ്പർ കാണുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ നേടാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് യൂണിവേഴ്സ് തരുന്നത്. അപ്പോൾ നമ്മൾക്കൊരു ആഗ്രഹം നമ്മളെ യൂണിവേഴ്സിലോട് പറയണം, എനിക്കിത് വേണം, ഇന്ന കാര്യം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു അഫർമേഷനായിട്ട് നിങ്ങൾ എഴുതുക. അതായത് ലളിതമായിട്ട് ചെറിയ വാചകത്തിൽ എഴുതുക. നമ്മൾ അഫർമേഷനുകൾ എഴുതൂല. അതേപോലെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയണേ, ഞാൻ ആഗ്രഹിച്ച ജോലി ലഭിച്ചതിന് നന്ദി എന്ന് എഴുതാം. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പണം എനിക്ക് ലഭിച്ചതിന് നന്ദി. അല്ലെങ്കിൽ നിങ്ങൾക്കിനിപ്പോൾ ഒരു ഉദാഹരണം ഒരിക്കലും നെഗറ്റീവായിട്ട് എഴുതാൻ പാടില്ല. അതായത് എൻ്റെ അസുഖം മാറിയതിന് നന്ദി എന്ന് എഴുതരുത്. ഇപ്പോൾ രോഗം മാറാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതണം? ഞാൻ പൂർണ്ണമായും ആരോഗ്യവാനാണ്, അല്ലെങ്കിൽ ഞാൻ ആരോഗ്യവതിയായിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ എഴുതണം. നെഗറ്റീവ് വേർഡുകൾ അതിൽ നിന്ന് കളഞ്ഞിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് എഴുതണം. ഇത് എഴുതേണ്ടത് 5 ദിവസമാണ് എഴുതേണ്ടത്. അത് എഴുതുന്ന ഓരോ ദിവസവും അത് കൃത്യസമയത്ത് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ രാത്രി നിങ്ങൾ 9 മണിക്കാണെങ്കിൽ ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും 9 മണിക്ക് തന്നെ എഴുതാം. 5 ദിവസവും 9 മണിക്ക് തന്നെ എഴുതാം. അപ്പോൾ ഈ പോസിറ്റീവ് നിങ്ങൾ എഴുതുന്നതിന് മുന്നേ തന്നെ ഒരു സെക്കൻഡ് കണ്ണുകൾ അടച്ച് നമുക്കത് ആ കിട്ടിയിട്ടുള്ള സന്തോഷവും ആ ഫീലിങ്ങും ഒക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് മനസ്സിനെ ഒന്ന് പ്രചോദിപ്പിക്കുക. എന്നിട്ട് ഈ കാര്യം 55 തവണ നിങ്ങളൊരു ബുക്കിലെഴുതിന് നല്ലൊരു ബുക്ക്, ചെറിയൊരു ബുക്ക് എടുക്കുക. അത് ഒരു നല്ലൊരു പേന വെച്ചിട്ട് വൃത്തിയായിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടും കൂടി നിങ്ങളത് എഴുതാൻ നോക്കുക. അപ്പോഴാണ് റിസൾട്ട് നമുക്ക് കൂടുതൽ കിട്ടുക. അത് വിശ്വാസമാണ് ഇവിടെ ഏറ്റവും പ്രധാനം. വിശ്വസിക്കുക. നമ്മൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക. എനിക്കത് ലഭിക്കും, എനിക്കത് കിട്ടും, ഉറപ്പാണെന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതണം. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളവിടെ എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യുമല്ലേ കിട്ടാൻ വേണ്ടിയിട്ട്? അത് കിട്ടുമെന്നുള്ള എന്തുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്? അത് കിട്ടുമെന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസം കൊണ്ടാണ്. എന്ന പോലെ നമ്മൾ അവിടെ എല്ലാ ദിവസവും ഇത് എഴുതാം. ഇനി നിങ്ങൾക്ക് രാത്രി ഇത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ എപ്പോൾ എഴുതണം? രാവിലെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. രാവിലെ നേരത്തെ എണീറ്റ് എഴുതണമെങ്കിൽ ഒരു സമയമുണ്ട്, ഒരു 5:55 നമുക്ക് എഴുതാം. നല്ലൊരു സമയമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വൈകിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നവരാണ്, ഇപ്പോൾ ജോലിക്കൊന്നും പോകാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം 5:55 എഴുതാം. അല്ലെങ്കിൽ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി എഴുതാം. നിങ്ങൾക്ക് ഏതാ സമയം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് എഴുതാം. വളരെ ലളിതമാണ്, പക്ഷെ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നൊരു പ്രോസസ്സാണിത്. അപ്പോൾ ആ രാത്രി കിടക്കാൻ പോണ സമയത്ത് എഴുതുമ്പോൾ അതിന് കുറേ പ്രത്യേകതകളുണ്ട്. അതായത് നമ്മുടെ മനസ്സിൽ ലാസ്റ്റ് തോട്ട് എന്താണോ അത് നമ്മുടെ ബോധ മനസ്സിൽ കിടക്കും. അത് നമ്മൾ എണീക്കുന്നവർ അതിൻ്റെ അപ്പോൾ അത് വളരെയധികം റിസൾട്ട് ഉണ്ടാക്കുന്ന സമയമാണ് ഉറങ്ങാൻ പോകുന്ന സമയത്ത് എഴുതുന്നത്. അല്ലെങ്കിൽ രാവിലെ പറ്റുള്ളൂന്നെങ്കിൽ രാവിലെ 5:55 നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് എഴുതാൻ നോക്കുക. ഇനി മുടങ്ങാതെ ചെയ്യുക. ഇനിയിപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മുടങ്ങി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും അത് തുടർന്ന് നിങ്ങളത് ചെയ്യണം. എന്നാലാണ് അതിൻ്റെ നമുക്കിത് കിട്ടുള്ളൂ. അല്ലാതെ മുടങ്ങിയിട്ട് പിന്നെ വീണ്ടും അതിൽ വെച്ച് ആവർത്തിക്കരുത്. ആദ്യം ഒന്നിന്ന് തുടങ്ങിയിട്ട് 5 ദിവസം എഴുതണം. ഇങ്ങനെയാണ് ഇത് ചെയ്യണത്. പിന്നെ നിങ്ങളിത് എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് 5 ദിവസം കൊണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. കാരണം നമുക്ക് കുറച്ച് സമയം ഓരോരുത്തരുടെ വൈബ്രേഷൻ അനുസരിച്ചും പിന്നെ ആഗ്രഹങ്ങളുടെ ഇതനുസരിച്ചും ചിലപ്പോൾ ഒരിത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങും. അപ്പോൾ ചെറിയ ആഗ്രഹങ്ങൾ ചെയ്തുകൊണ്ട് മനസ്സിനെ പ്രചോദിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിന്നെ വലിയ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ചെറുതിൽ തുടങ്ങി ഓരോ ആഗ്രഹങ്ങൾ എഴുതാം.
അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ്. നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യാം. മനസ്സിൽ വിശ്വാസത്തോടു കൂടി ആ ഫീലിംഗ് ഒക്കെ കൊണ്ടുവന്ന് എഴുതാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ആ ഫീലിംഗ് കൊണ്ടുവരും. അത് കഴിഞ്ഞ് എഴുതി കഴിഞ്ഞിട്ടൊന്ന് കണ്ണുകളടച്ച് നിങ്ങൾക്ക് ആ ജോലി കിട്ടിയ സന്തോഷം എല്ലാവർക്കും ഇത് ചെയ്യുന്നതും എല്ലാവരോടും വിളിച്ച് പറയുന്നതും ആ സന്തോഷങ്ങളും ജോലിയിൽ ജോയിൻ ചെയ്യുന്നതൊക്കെ ഒന്ന് നിങ്ങളുടെ ഓഫീസൊക്കെ ഒന്ന് മനസ്സിൽ ഒരു സെക്കൻഡ് വേണ്ടു നമ്മളതൊന്ന് വിഷ്വൽ ചെയ്യുക എഴുതി കഴിഞ്ഞിട്ട്. അത് എഴുതുന്നതിന് മുന്നും വിഷ്വൽ ചെയ്യുക, എഴുതി കഴിഞ്ഞിട്ട് വിഷ്വൽ ചെയ്തിട്ട് അങ്ങനെ 5 ദിവസം നിങ്ങൾ മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും. അപ്പോൾ 5 ദിവസം കൊണ്ട് നടന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കരുത്. ചില കാര്യങ്ങൾക്ക് കുറച്ച് സാവകാശം വേണം. അപ്പോൾ അതിന് നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ അയ്യോ എനിക്കിത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാതെ ഇപ്പോഴുള്ള ഫീലിംഗ് എന്താണോ ആ ഫീലിങ്ങിൽ തന്നെ തുടർന്നു കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ എന്തായാലും നടന്നു കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരാഗ്രഹം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരാഴ്ചക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും വേറെ ആഗ്രഹങ്ങൾ എഴുതാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ പെട്ടെന്നൊക്കെ നടക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേടിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങൾ ബെൽ ബട്ടനൊക്കെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ഹെൽപ്പ് ചെയ്യണം. ഒക്കെ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.